ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോവേവ് ഓവനുമാണ്. ഇത് തമ്മിലുള്ള കമ്പാരിസൺ, നമുക്ക് എന്താണ് നമ്മളുടെ പർപ്പസ്, കാര്യം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസണിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ഈ കാണുന്നത് ഇപ്പം നമ്മളൊരു മൈക്രോവേവ് ഓവനാണ്. സാധാരണ മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഹീറ്റ് ചെയ്യണം. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെച്ചാൽ നമുക്കൊരു 30 സെക്കൻഡിൽ നമുക്കത് ഹീറ്റായിട്ട് കിട്ടും. ഒരു ചായ തിളപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഇപ്പം മുട്ട പുഴുങ്ങാനോ അങ്ങനെ എല്ലാം പെട്ടെന്ന് ഹീറ്റാകാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മൈക്രോവേവ് അതിൻ്റെ പേരിൽ തന്നെ ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മൈക്രോവേവ് ഫംഗ്ഷൻ നടക്കുന്നത്. ഇതിനകത്ത് കോയിലായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്ന് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഇൻസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും ചൂടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോവേവ് ഉപയോഗിക്കാം. ഇതിനകത്ത് ബേക്കിങ്ങും ചെയ്യാം, പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബേക്കിംഗ് ആണ് നടക്കുകയുള്ളൂ. നേരെ മറിച്ച് ഓവനിൽ ചെയ്യുന്ന പോലെ ഹ്യൂജ് ക്വാണ്ടിറ്റി ഒന്നും വെക്കാൻ പറ്റില്ല. 1-2 പീസ് കേക്കിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ആ ഒരു സൈസിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡീഫ്രോസ്റ്റിംഗ് ഉണ്ടാവും, കൺവെക്ഷൻ ഉണ്ടാവും, ഗ്രില്ലിംഗ് ഉണ്ടാവും, പിന്നെ കോമ്പിനേഷനായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലുണ്ടാവും. അപ്പോൾ മൈക്രോവേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന, ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫുഡ്, അതായത് ഇപ്പോൾ ഫോർസിന് അയക്കുന്ന ഒരു ഫുഡ് നമുക്ക് ഇതിനകത്തേക്ക് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യണം, അതായത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് ആക്കണം. അതിനൊക്കെ ഏറ്റവും നല്ലൊരു പറ്റിയൊരു പ്രൊഡക്റ്റാണ് മൈക്രോവേവ്. ഇത് ബിൽറ്റിൻ ടൈപ്പും ഉണ്ട്, ഫ്രീ സ്റ്റാൻഡിങ്ങും ഉണ്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഒരു കബോർഡിൻ്റെ അകത്തിരിക്കുന്ന ഇങ്ങനെ വെക്കുന്ന ഒരു യൂണിറ്റിന് പറയുന്ന പേരാണ് ബിൽറ്റിൻ എന്ന് പറയും. ഇത് തന്നെ എക്സ്റ്റേണലായിട്ട് നമ്മൾ സ്ലാബിൻ്റെ പുറത്ത് വെക്കുന്ന മോഡലുണ്ട്. സെയിം തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഫംഗ്ഷനുകളെല്ലാം കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പക്ഷേ പല ആൾക്കാർക്കും ഇത് തമ്മിൽ ഈ മൈക്രോവേവും ഈ ഓവനും തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാര്യം ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന അവരുടെ മനസ്സിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോവേവ് എടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്ന് കൺവെർട്ടായി പോകാറുണ്ട്. അങ്ങനെ പല ആൾക്കാർക്കും ചില അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ ഉദ്ദേശം, നമുക്ക് ബേക്കിംഗ് പർപ്പസ് ആണോ അല്ലെങ്കിൽ നമുക്ക് ഹീറ്റിംഗ് പർപ്പസ് ആണോ, എന്താണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റ് മാക്സിമം നോക്കുക. ഇത് ഓവൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോർമലി ചെയ്യുന്നത് വെച്ചാൽ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ഓവൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹീറ്റിങ്ങിന് പെട്ടെന്നൊരു ഹീറ്റാകുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല ഓവൻ എന്ന് പറയുന്നത്. ഓവൻ എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മേളിലും താഴെയും കോയിലുണ്ടാവും. ആ കോയിലിനെ ഹീറ്റ് ചെയ്തിട്ട് ബേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം, ബേക്കിംഗ് പർപ്പസ് അല്ലെങ്കിൽ ഗ്രില്ലിംഗ് ഫംഗ്ഷൻ എന്നുവെച്ചാൽ നമ്മളൊരു കേക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുക്കീസ് ഉണ്ടാക്കുക, പിസ്സ ഉണ്ടാക്കുക, പാസ്ത ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഓവൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രീ ഹീറ്റിംഗ് ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് ഫങ്ഷൻസ് ഇതിനകത്ത് ഉണ്ടാവും. അപ്പോഴും ഈ മൈക്രോവേവും ഓവൻ തമ്മിൽ രണ്ട് പർപ്പസാണ്, ഒരേ ഉപയോഗത്തിനുള്ളതല്ല. പക്ഷെ ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ ഇത് രണ്ടും വാങ്ങി വെക്കും. കാര്യം ഒന്ന് ഹീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടും ഇതൊന്ന് ബേക്കിങ്ങിന് വേണ്ടിയിട്ടും, ബേക്കിംഗ് അല്ലെങ്കിൽ ഗ്രില്ലിങ്, ചിക്കൻ പൊരിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. അപ്പോൾ പ്രൊഡക്റ്റുകൾ തമ്മിൽ മാറിപ്പോകരുത്, രണ്ടും ഓവൻ തന്നെയാണ്, രണ്ടും ഇതിനകത്ത് വരുന്നത് ഓവൻ തന്നെയാണ്. പക്ഷേ എങ്കിൽ തന്നെയും ഓവൻ തന്നെ ആണെങ്കിൽ കൂടി ഇതിൻ്റെ പേര് മൈക്രോവേവും ഓവൻ തന്നെയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ആവശ്യം, ഓവൻ വാങ്ങിയിട്ട് നമുക്ക് അതിനകത്ത് പെട്ടെന്ന് ഹീറ്റ് ആകുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോവേവ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക, പക്ഷെ നമ്മൾ ചിലപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടാവുക ഓവനായിരിക്കും. അപ്പോൾ ഈ മൈക്രോവേവിലുള്ള ഫംഗ്ഷൻ ഓവനിൽ നടക്കില്ല. പക്ഷേ ഓവനിൽ നടക്കുന്ന ഫംഗ്ഷൻസ് കുറച്ചൊക്കെ പ്രോഗ്രാംസ് ഈ മൈക്രോവേവിൽ നടക്കും. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.